14ാം കേരള നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയമായി നാടിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റമാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന് ഉന്നയിക്കുകയെന്ന് പ്രതിപക്ഷം. പക്ഷേ അതിന് അവതരണാനുമതിയില്ല. CPM-ലെ KN ബാലഗോപാൽ ആ വിഷയം ഉന്നയിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്പോര് പോയ സർക്കാരിന്റെ കാലത്തെപ്പറ്റി പഴിച്ച് സംസാരിക്കുന്ന കണ്ടു. ഏതെങ്കിലും രീതി തത്വദീക്ഷ വിധം കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കേരള സംസ്ഥാന വിഹിതം കുറയ്ക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. നിങ്ങൾ കുറച്ചവരല്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ഒരു ചെറിയ വാക്പോരിന്റെ ഘട്ടത്തിലേക്ക്, വലിയ വാക്പോരായിട്ടില്ല, പക്ഷേ ചെറിയ വാക്പോരിന്റെ ഘട്ടത്തിലേക്ക് എത്തി. ധവളപത്രം വരാൻ പോകുന്നു. യഥാർത്ഥ കാര്യം ധവളപത്രം വരട്ടെ, അപ്പോൾ നോക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുന്നു. അതിനുശേഷമാണ് നാടകീയമായ ഒരു സംഭവം ഉണ്ടാവുന്നത്. BJP-യുടെ ആദ്യ അംഗം BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇപ്പോൾ കഴിയില്ല. അത് കാരണം എന്താണ്? അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസിൽ ഒപ്പിടാത്ത അംഗത്തിന് സംസാരിക്കാനുള്ള അനുവാദം ആ ഘട്ടത്തിലില്ല. പക്ഷേ ആദ്യമായി സംസാരിക്കുന്ന ആളായതുകൊണ്ട് മനസ്സുമടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് സംസാരിക്കാൻ അനുമതി, അതിനും ചുരുങ്ങിയ സമയം മാത്രം പറഞ്ഞു. അതിനുശേഷം ED-യിലോട്ടൊക്കെ പോയപ്പോഴേക്കും അദ്ദേഹം ഇടപെട്ട് BB ഗോപകുമാറിനെ ഇരുത്തി. പിന്നാലെ V മുരളീധരൻ എഴുന്നേറ്റു. V മുരളീധരനും ഈ ചട്ടം പറഞ്ഞു തന്നെ സംസാരിക്കാനുള്ള അനുമതിയില്ല എന്ന് കൃത്യമായി തന്നെ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയറിലിരുന്ന് പറഞ്ഞു. അതേസമയം തന്നെ BJP അംഗത്തിന് സംസാരിക്കാൻ കൊടുത്ത അനുവാദം അത് സഭാ ചട്ടങ്ങളുടെ കീഴ്വഴക്ക ലംഘനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നു. വിനേഷ്, എന്തായാലും അടിയന്തര പ്രമേയം അത് സഭയിൽ ഉറപ്പായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയായിരുന്നു. കാരണം അത് നാടിനെ അങ്ങേയറ്റം വല്ലാതെ ഈ പോയ ദിവസങ്ങളിൽ വല്ലാതെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ചർച്ചയാവുന്നില്ല. പക്ഷേ സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ശക്തമായൊരു വാക്പോര് അവിടെ ഉണ്ടായി. അതിനുശേഷമാണല്ലോ ഈ BJP അംഗങ്ങൾ എഴുന്നേറ്റതൊക്കെ. ഇപ്പോൾ സഭയിൽ നടക്കുന്നത് എന്താണ് വിനേഷ്? ഹാഷ്മി, വിലക്കയറ്റമാണ് ആദ്യം ചർച്ചയ്ക്ക് വന്നത്. KN ബാലഗോപാൽ കൃത്യമായി തന്നെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് മുഖ്യമന്ത്രി മറുപടി നൽകി. കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ വേണ്ട നടപടിയൊന്നും ഈ LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാർക്കറ്റിൽ കൃത്യമായൊരു വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാർക്കറ്റിൽ കൃത്യമായൊരു ഇടപെടൽ LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒപ്പം തന്നെ ഈ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ധന നികുതി എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന് കിട്ടിയ വിഹിതം കുറച്ചുകൂടാ എന്നുള്ളത്, അത് ഒഴിവാക്കിക്കൂടാ എന്നുള്ളൊരു ആവശ്യം വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ നികുതി ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2016 മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ തന്നെ നികുതി ഒഴിവാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഇന്ധന നികുതി ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ 2018 തങ്ങൾ നികുതി ഒഴിവാക്കിയ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും അങ്ങനെ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അതായത് ഇത് സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ അവർ എത്തിച്ചേർന്നു. എന്തായാലും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഓക്കെ, എന്തായാലും ആദ്യ ദിവസം തന്നെ സഭയിൽ വരാൻ പോകുന്ന സഭാദിനങ്ങളുടെ ഒരു ടീസർ എന്ന നിലയ്ക്ക് തന്നെ ആദ്യ ദിവസങ്ങളിൽ സഭ മാറി. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. അതിനുള്ളിൽ മുഖ്യമന്ത്രി VD സതീശൻ ധവളപത്രം അടക്കം ഇനി സഭയിലേക്ക് വരാൻ പോകുന്നു. വരട്ടെ, അപ്പോൾ നോക്കാം, ആ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി സഭയിൽ കണ്ടു. അതിനുശേഷം BJP അംഗങ്ങളുടെ സംസാരം, അതിൽ നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ സഭയിൽ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.